2 ദിവസം ഒരു 10 ദിവസം കഴിഞ്ഞ് പോയതുപോലെ ആയിപ്പോയി. അതുപോലെ അനുഭവമായിരുന്നു. തിരിച്ചും പ്ലെയിൻ തന്നെ മതി എന്നുള്ളതായിരുന്നു പല ആൾക്കാരുടെ ആഗ്രഹം. സീമസ് കോളേജിലെ ജീവനക്കാർക്ക് ക്രിസ്മസ് സമ്മാനമായി വിമാനയാത്രയൊരുക്കി കോളേജ് അധികൃതർ. ക്യാൻറ്റീനിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ താൽക്കാലിക ജീവനക്കാരാണ് ബാംഗ്ലൂരിലേക്ക് വിമാനയാത്രയ്ക്ക് ശേഷം തിരികെ കോളേജിലെത്തിയത്. ഭൂമി കൂടെ മാത്രം നടന്നിട്ടുണ്ട്. അപ്പം ആകാശത്തും പോകാൻ പറ്റി, വന്നു സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന്. പിന്നെ പറഞ്ഞു അടുത്ത വർഷം നമുക്ക് പോകണമെന്ന് പറഞ്ഞു. സീമസ് കോളേജിലെ ഒരു തികച്ചും വ്യത്യസ്തമായ വളരെ യുണീക്കായ ഒരു പ്രോഗ്രാം കഴിഞ്ഞാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. യാത്ര കുറിച്ച് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഒന്ന് വിമാനയാത്രയുടെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഏതാണ്ട് 40 മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ പലരും ആദ്യമായിട്ടാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. 1.5 ദിവസത്തെ പരിപാടി എന്ന് പറയാം. എന്നാലൊരു 5 ദിവസമൊക്കെ കഴിഞ്ഞൊരു പ്രതീതിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വിശ്രമമില്ലാത്തൊരു ഓട്ടമായിരുന്നു. എന്നാൽ മനസ്സിന് വിശ്രമം ആവശ്യമില്ലാത്തൊരു പരിപാടി എന്ന് തന്നെ പറയാം. ഞങ്ങളുടെയൊക്കെ കുടുംബ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഞങ്ങളുടെ ജോലി തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിവായി 3 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. മനസ്സ് നിറഞ്ഞ്, ശരീരത്തിന് കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിലും മനസ്സ് നിറഞ്ഞാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഇത്രയും ദിവസം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ജക്കോ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഡിറ്റോ സാറ്, ലിയ മിസ്, ഞങ്ങളുടെ കുടുംബ അങ്ങളെപ്പോലെയാണ് ഞങ്ങളെ അവർ നോക്കുകയും എല്ലാ കാര്യങ്ങൾക്ക് മുൻതൂക്കം തന്ന് ഞങ്ങളെ കരുതി ഇവിടെ വരെ എത്തിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. പറയായിരുന്നു തിരിച്ചും പ്ലെയിൻ തന്നെ മതി എന്നുള്ളതായിരുന്നു പല ആൾക്കാരുടെ ആഗ്രഹം. പിന്നെ പറഞ്ഞു അടുത്ത വർഷം നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ തന്നെയായിരുന്നു. അടുത്ത വർഷം ഒരു കൈയും കൂടെ നോക്കണം. അതെ. കോളേജിലെ ഫോക്കസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. കോളേജിലെ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഫോക്കസിൽ വന്ന ഒരു ആശയമാണ് സെക്യൂരിറ്റി മുതൽ തുടങ്ങുന്നു. ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ്, ക്യാൻറ്റീനിലുള്ള ആൾക്കാർ, കോളേജിലെ മാനുവൽ ലേബർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്ക് അപ്പോൾ ടീച്ചേഴ്സാണ് ഇത്. ഈ ഫോക്കസ് എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങളാണ് ഇത് സ്പോൺസർ ചെയ്തത്. അപ്പം ഞങ്ങൾ ആദ്യം ഒരു 30 പേരെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇത് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ 40 മുകളിലായി. അപ്പോൾ കുറച്ച് പേരെ ഇവിടുത്തെ റിട്ടയർഡ് ടീച്ചേഴ്സ് ഫെലോഷിപ്പ്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർ, അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് പരിപാടി നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു. ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പ്രിൻസിപ്പൾ അതിൽ വളരെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തു. കോളേജിൻ്റെ ഫോറങ്ങളിൽ പ്രിൻസിപ്പൾ ഇത് അഡ്രസ്സ് ചെയ്തു. അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ, വെള്ളി വൈകിട്ട് മുതൽ ഇന്ന് വരെ ഇത്രയും പേര് ക്യാമ്പസിൽ നിന്ന് മാറി നിൽക്കുന്നു. വർക്കിംഗ് ഡേയ്സ് അല്ല, പക്ഷേ ഇവിടെ ഹോസ്റ്റലിൽ ഫുഡ് ക്യാൻറ്റീനിൽ നിന്നാണ്, സെക്യൂരിറ്റി ഉണ്ട്, കോളേജിൻ്റെ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ആ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ടോട്ടലി പറഞ്ഞു നിങ്ങളതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട്, കോളേജിൻ്റെ സപ്പോർട്ട് ഈ കാര്യത്തിൽ വളരെ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. ഞങ്ങൾക്ക് ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഈ സീമസ് കോളേജിൽ നിന്നും അതേപോലെ തന്നെ വേറൊരു ചരിത്രം സൃഷ്ടിച്ചാണ് ഞങ്ങൾ ഈ യാത്ര ഉണ്ടാക്കി. എടുത്തു പറയേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ഇവിടുത്തെ ഫോർമർ ടീച്ചേഴ്സിനെയാണ്. അവർ സാറിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന കരുതലുകളെല്ലാം തരികയും ഞങ്ങൾ പോയി സന്തോഷമായിട്ട് മെളിക്കൂടെ ഒരു യാത്ര ഭൂമി കൂടെ മാത്രം നടന്നിട്ടുണ്ട്. അപ്പോൾ ആകാശത്തും പോകാൻ പറ്റി, വന്നു സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു.